നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീണ്ടും. ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ മൊമെൻ്റ് ആണ്. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 23 ജൂലൈയിലെ പെർഫോമൻസ് ആണ്. മോർണിംഗിൽ തന്നെ മാർക്കറ്റ് അടിച്ച് കയറുകയായിരുന്നു. ഇപ്പോൾ ഗ്യാപ്പിൽ ഓപ്പൺ ആയ മാർക്കറ്റിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിറങ്ങി അപ്രോക്സിമേറ്റ് 11:25 കഴിഞ്ഞ ശേഷം സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് 200 പോയിൻറ്റ്സിന് മേളിൽ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. നല്ലൊരു അപ് ട്രെൻഡാണ്. അപ്പോൾ ഇന്ന് മാത്രമല്ല, കണ്ടിന്യൂഷൻ ആയിട്ട് 2 ദിവസമായിട്ട് നമുക്ക് അപ് ട്രെൻഡ് തന്നെയാണ്. സോഫ്റ്റിൽ അത് കറക്റ്റ് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 15 മിനിറ്റ്സാണ് കുറച്ചുകൂടെ ആക്യുറസി വരുന്ന ടൈം ഫ്രെയിം ക്രൂഡ് ഓയിലിന്. അതിൽ 5 മിനിറ്റ്സ് സ്കാൽപ്പിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഇന്ന് 8500 CEയുടെ ഞാൻ ഓപ്ഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് സിഗ്നലിൽ മോർണിംഗിൽ തന്നെ 9:15 തന്നെ സിഗ്നൽ കിട്ടി. 6:29 കിട്ടിയതാണ്. നല്ലൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് പോയത്. നമുക്ക് ഒരു 11:25 ശേഷം ഒരു ബ്രേക്ക് പോയിരുന്നു. അവിടുന്ന് അപ്രോക്സിമേറ്റ് 120 പോയിൻറ്റ്സോളം മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് കയറിയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആയിരുന്നു. സോഫ്റ്റ് അവിടെ കറക്റ്റ് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പം എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് നമുക്ക് ലൈവായിട്ട് പെർഫോമൻസ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ക്രൂഡ് ഓയിൽ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം ഒരു സിഗ്നലാണ് തന്നത്. ബൈ സിഗ്നലിൽ ദ ഗ്രീൻ കളർ അപ്പാറി ബൈ ട്രേഡ് വന്ന ടൈം 9:15 9:15 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എൻട്രി പോയിന്റ് ടാർഗറ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3 ടാർഗറ്റ് കൊടുത്തത് 3 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സിഗ്നൽ വന്ന സമയത്തും നമുക്ക് ഗ്യാപ്പിൽ കയറി പെട്ടെന്ന് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് ഒരു പുൾ ബാക്കിന് ശേഷം റെസിസ്റ്റൻസ് അവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം കയറിയെങ്കിലും ഒരു ചെറിയ ഇടിവിന് ശേഷമാണ് പിന്നെ ബ്രേക്ക് ഔട്ട് പോയത്. പ്രത്യേകിച്ച് കയറി ഓപ്പൺ ആകുമ്പോൾ കുറച്ച് റിട്രേസ്മെന്റ് നെക്സ്റ്റ് ബ്രേക്ക് ഔട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അത് പ്രത്യേകിച്ച് ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ഒരു ഗ്യാപ്പിൽ കയറി ഓപ്പൺ ആകും, ചെറിയൊരു പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിൽ നമ്മൾ 5 മിനിറ്റ്സും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റായിട്ടൊരു ഇൻഡിക്കേഷൻ കിട്ടും. 5 മിനിറ്റ് നോക്കുകയാണെങ്കിൽ അത് തലേ ദിവസത്തെ കണ്ടിന്യൂഷൻ ആയിട്ട് കയറി ഓപ്പൺ ആകുമായിരുന്നു. അവിടുന്ന് ചെറിയൊരു സെൽ ഇൻഡിക്കേഷൻ നമുക്ക് 5-ൽ തന്നെങ്കിലും താഴത്തെ ബാർക്കുള്ള സ്റ്റിൽ ഗ്രീനായ സ്ഥിതിക്ക് അത് തിരിച്ച് മാർക്കറ്റ് കയറുമെന്ന് അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം 11:25 നമുക്ക് ബൈ കിട്ടി. അവിടുന്ന് റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് നല്ലൊരു കയറ്റമായിരുന്നു. ലാസ്റ്റത്തെ ട്രേഡിൽ തന്നെ 212 പോയിൻറ്റ്സ് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അത് 15 മിനിറ്റ്സിൽ അത് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. 15 നോക്കുകയാണെങ്കിൽ അത് ബൈ തന്നെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് റെസിസ്റ്റൻസ് അവിടെ കട്ട് ചെയ്തപ്പോൾ മാർക്കറ്റ് നല്ല രീതിക്ക് ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്പം നല്ല ഇൻഡിക്കേഷൻ, നല്ല ട്രേഡായിരുന്നു. ഇപ്പോഴും ബൈ തന്നെ ഹോൾഡിംഗ് ആണ്. അതിൽ നമുക്ക് ഏത് ലെവലാണ് ബ്രേക്ക് ചെയ്ത നമുക്ക് അവിടെ കോൾ ഓപ്ഷൻ 8500 കോൾ ഓപ്ഷൻ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ തന്നെ സിഗ്നൽ കിട്ടി. പക്ഷേ ബ്രേക്ക് ഔട്ട് നമ്മൾ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് ലെവൽ പിടിച്ച് നോക്കും. നമുക്ക് 11:25 അവിടെയാണ് ബ്രേക്ക് ചെയ്തത്. അവിടുന്ന് മാർക്കറ്റ് 6:34 ബ്രേക്ക് ചെയ്ത് കയറി. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 770 നല്ല റിട്ടേൺസ് ആയിരുന്നു. 120 പോയിൻറ്റ്സിന് മുകളിൽ കയറിയിട്ടുണ്ട്. അതിൽ M5ൽ 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ അവിടെ ലാസ്റ്റ് സിഗ്നൽ കിട്ടിയ 11:25 6:39 കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് പോയിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 134 പോയിൻറ്റ്സ് ഇപ്പോഴും മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ഇടയ്ക്ക് ഇറങ്ങാൻ നോക്കിയെങ്കിലും പക്ഷേ ടോട്ടൽ ബൈ സൈഡ് തന്നെ ഹോൾഡ് ചെയ്യാന്നുള്ള സോഫ്റ്റ്വെയറിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻഡിക്കേഷൻ നമുക്ക് കൺഫ്യൂസ് ഇല്ലാതെ ട്രേഡ് എടുക്കാനായിട്ട് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.